ശരിക്കും അമ്മേ എവിടെ പോയതാ അമ്മേ? അങ്ങനെ മുത്തപ്പന്റെ ഒക്കെ എടുത്ത് പോയിട്ട് വീട്ടിലെത്തിട്ടോ. പെട്ടെന്ന് ഒരു തോന്നലായിരുന്നു കുരിശുപള്ളി പോവാന്ന്. അപ്പൊ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് ഇവിടെ കുരിശുപള്ളി ഉണ്ട്. അപ്പൊ ഞങ്ങള് കുരിശുപള്ളിയിലൊക്കെ പോയി. തിരി ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് പൈസ ഇട്ടിട്ട് പോന്നു, പ്രാർത്ഥിച്ചിട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഇല്ലേ? അമ്മ പുണ്യാളച്ചനെ മുത്തപ്പാന്നാട്ടോ പറയണേ. ഞാൻ പുണ്യാളച്ചാന്ന് പറയാറ്. നമ്മുടെ അങ്ങോട്ടേക്ക് അങ്ങനെയാ പറയണത്. കുരിശുപള്ളി മുത്തപ്പൻ. പണ്ടൊക്കെ ഇങ്ങനെ ലൈറ്റൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോ അതില് സിനിമയ്ക്കും അതിലൊക്കെ രാത്രിയിൽ പോയിച്ച് വരുമ്പോ മുത്തപ്പന് ഇത്തിരി പൈസ ഇടും, ഒരു മെഴുതിരി അവിടെ നിന്ന് എടുത്തോണ്ട് പോകും. അതെയോ? ആ വെട്ടത്തിലാണ് പിന്നെ വീട്ടിലേക്ക് പോണത്. പണ്ടത്തെ കാര്യമായിട്ടാ പറയണത്. അന്നിങ്ങനെ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ വഴിക്ക്. ലൈറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പഴല്ലേ വഴിവിളക്ക് എല്ലായിടത്തും. പോണ വഴിക്ക് നല്ല ഇരുട്ടാവും. അപ്പൊ മുത്തപ്പന് പൈസ ഇട്ടിട്ട് തിരിയെടുക്കും. പിന്നെ മുത്തപ്പന്റെ അടുത്തല്ലേ ഈ പാമ്പിന്റെ ഇതിനൊക്കെ നമ്മള് പാമ്പിന്റെ സ്വപ്നം പോണ വഴിക്ക് ഒരു ചിരട്ട എവിടെയെങ്കിലും കൊണ്ടുവച്ചേക്കും. എന്നിട്ട് ആ ചിരട്ടയില് എടുത്ത് വെച്ചിട്ട് കെട്ടുപോകാതിരിക്കാൻ വേണ്ടി ചിരട്ടയിൽ എടുത്ത് വെച്ച്. അമ്മയുടെ പണ്ടത്തെ കഥകളൊക്കെ അമ്മ പറയാറുണ്ട് കേട്ടോ. നല്ല രസകരമല്ല, ഒത്തിരി കഥകളൊക്കെ ഉണ്ട് അല്ലേ? രസകരമായ കഥകളും അല്ലാത്തതും ഒക്കെ ജീവിതാനുഭവങ്ങള്. എന്നാ ശരി, ഞങ്ങള് വീട്ടിലെത്തിയതേ. ആദിക്കുട്ടനും കുഞ്ഞാവയുടെ കൂടി മുടി വെട്ടാൻ പോയേക്കോട്ടോ. ആ തക്കത്തിന് ഞങ്ങള് പോയതാ കുരിശുപള്ളിയില്. പോയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുമ്പോ ബഹളം ഉണ്ടാക്കും. അത് കാരണം മിണ്ടണില്ല. തന്നെ എടുത്ത് വീഡിയോ ഒന്നും കാണാൻ അറിയത്തില്ല. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ കാർട്ടൂൺ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കുമ്പോ നമ്മുടെ വീഡിയോ ഒക്കെ കേറി വരുമ്പോ അതേ അച്ഛമ്മ അതേ അമ്മൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂല്ലേ അമ്മ? അപ്പൊ ശരി, എന്നാ ചാറ്റ കൊടുത്തേരെ. ബൈ.